ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ഇത്ര കാലം ജീവിച്ചിട്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. വൺ, ഹെൽത്ത് ഇസ് വെൽത്ത്. നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ഹെൽത്ത് ഇല്ലെങ്കിൽ വി ആർ ലൈക്ക് നമ്മൾ തീർന്നു. ആരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല, നമുക്ക് 1000 പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ആ ഒരു പ്രശ്നം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. സത്യമാണ്. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, ചുറ്റുമുള്ള ആൾക്കാർ എത്ര പേര് വയ്യാണ്ട് ഫിസിക്കലിയും മെൻ്റലിയും ഫിനാൻഷ്യലിയും ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊക്കെ എത്ര ലക്കിയാണല്ലേ. നമുക്ക് അത്യാവശ്യം നല്ലൊരു ഹെൽത്തും നല്ലൊരു ബോഡിയും തന്നിട്ട് നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്യില്ല എന്നാണെങ്കിൽ ഇറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് തിങ് വി ആർ ഡൂയിങ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇപ്പോൾ ഒരു 3 months മുന്നേ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ, ഒരു 2 കിലോമീറ്റർ നടക്കാൻ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പറ്റില്ലായിരുന്നു. ബിക്കോസ് ഐ വാസ് ലൈക്ക്, ഞാൻ ഇതുപോലെയൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ബോഡീനെയും ശ്രദ്ധിച്ചില്ല. ആഫ്റ്റർ ഡെലിവറി ഐ വാസ് ലൈക്ക് ഫിസിക്കലി മെൻ്റലി ഒക്കെ പോക്കായിരുന്നു. ഒരു 3 months ആയിട്ടുള്ളൂ ഞാനിങ്ങനെ എന്നെ തന്നെ നോക്കാൻ തുടങ്ങിയിട്ട്. മര്യാദയ്ക്ക് ഫുഡ് കഴിക്കുക, മര്യാദയ്ക്ക് ഇൻ ദ സെൻസ് ഐ എം നോട്ട് ലൈക്ക് ഞാൻ ഹെൽത്തി കൊട്ടൊന്നുമല്ല. ഞാൻ ഒരു 80-20 അങ്ങനെ കേട്ടോ. എന്ന് വെച്ചാൽ 80% അത്യാവശ്യം നല്ല ഫുഡ് കഴിക്കുന്നു, 20% എനിക്ക് ഇഷ്ടമുള്ള കഴിക്കുന്നു. സോ അങ്ങനെ അപ്പോൾ അങ്ങനെ ആൻഡ് ഐ എം സ്റ്റാർട്ടഡ് മൂവിങ് എ ലിറ്റിൽ, വർക്കിംഗ് ഔട്ട് എ ലിറ്റിൽ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് വരുവാണ്. ഐ എം സ്റ്റിൽ ഓൺ ദിസ് ജേർണി, ബട്ട് ഐ എം ഹാപ്പി ദാറ്റ് ഐ എം ഡൂയിങ് സംതിങ് ഫോർ മൈ ബോഡി ആൻഡ് ഫോർ മീ. സോ നമുക്ക് നമ്മളല്ലാതെ വേറെ ആരോടോ. അപ്പോൾ നമ്മളെ നോക്കിയില്ലെങ്കിൽ ആര് നോക്കാനോ. ആൻഡ് ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി ആസ് യു ക്യാൻ. അപ്പം അതാണ് വൺ തിങ്. ആൻഡ് സെക്കൻഡ് തിങ്, ഇതും ഞാൻ എവിടെയോ കേട്ടതാട്ടോ, വി ആർ നോട്ട് ദ മെയിൻ ക്യാരക്ടർ ഇൻ എവ്രി വൺ സ്റ്റോറി, വി ആർ ജസ്റ്റ് ദ മെയിൻ ക്യാരക്ടർ ഇൻ അവർ ഓൺ സ്റ്റോറി. നമ്മളല്ല എല്ലാവരുടെയും ജീവിതത്തിൽ മെയിൻ ക്യാരക്ടർ. സോ അവർ നമ്മളെ കൺസിഡർ ചെയ്യുന്നില്ല, അവർ നമ്മളെ പ്രയോറിറ്റി ആക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ഇറ്റ്സ് നോട്ട് ദ പോയിൻറ്റ്. സോ ഡോണ്ട് ഗെറ്റ് ഒഫെൻഡഡ്. അവരിപ്പോൾ നമുക്ക് പ്രയോറിറ്റി തന്നില്ല, അല്ലെങ്കിൽ അവർ നമ്മളെ കൺസിഡർ ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് നമ്മൾ തന്നെ ഇല്ലിടും. സോ വി ആർ ഇനഫ് ഫോർ അവർ സെൽഫ്. യാ. ആൻഡ് വൺ മോർ തിങ്, ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. നമ്മളിങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോയാൽ മതി. അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കും, ഇന്നെന്ത് സംഭവിക്കും, എനിക്ക് മാത്രം എന്തിനും ഇങ്ങനെ സംഭവിക്കണോ എന്നൊക്കെ നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്തിട്ട് നമുക്ക് ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ. എന്തിനാണ് ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ ആൻഡ് ലെറ്റ് തിങ്സ് ഗോ. നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിടാന്ന്. അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിച്ച് അവനിങ്ങനെ ചെയ്തു, ഇവനിങ്ങനെ ചെയ്തു, ഇനി ഇവരിങ്ങനെ ചെയ്യുമോ? വാട്ട്സ് ദ പോയിന്റ് ഡ്യൂഡ്? ജസ്റ്റ് ലിവ് യുവർ ലൈഫ്. നാളെ നമുക്ക് എന്താവും നമുക്കറിയില്ല. സോ മൈ പോയിന്റ് ഇസ് ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. പറ്റാവുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിട്ടുകൊടുത്തോന്നേ. വാട്ട് വിൽ ഹാപ്പൻ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് കുറച്ച് പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നല്ലാതെ വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സോ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ ആൻഡ് ലിവ് യുവർ ലൈഫ്. വെറുതെ